യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾ. ആൻ കാതറിൻ എമറിച്ചിൻ്റെ ദർശനങ്ങൾ. അധ്യായം 20. ഈശോ കയ്യഫാസിൻ്റെ മുമ്പിൽ. അങ്കണത്തിന് മധ്യത്തിലൂടെ ഈശോയെ കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ അവനെ കണ്ട് നെടുവേർപ്പെട്ടു. യോഹന്നാന്റെയും പത്രോസിന്റെയും അടുത്തുകൂടി കടന്നുപോയപ്പോൾ അവിടുന്ന് അവരെ നോക്കി. എന്നാൽ തങ്ങൾ പിടിക്കപ്പെട്ടേക്കുമോ എന്ന ഭയത്താൽ അവർ തലതിരിച്ചില്ല. അവിടുന്ന് ആലോചനാമുറിയുടെ അടുത്തെത്തിയപ്പോഴേക്കും കയ്യഫാസ് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അവസാനം നീ എത്തി, ദൈവത്തിൻ്റെ ശത്രു, പരിശുദ്ധമായ ഈ രാത്രിയുടെ ശാന്തി നശിപ്പിക്കുന്ന ദൈവദൂഷകൻ. അന്നാസ് കയ്യിൽ പിടിപ്പിച്ചിരുന്ന കുറ്റപത്രം അയാൾ പിടിച്ചു വാങ്ങി തുറന്നു വായിച്ചു. കയ്യഫാസ് ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ സംസാരിച്ചു. പടയാളികൾ അവനെ വീണ്ടും അടിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ അലറി, നീ ഊമനാണോ? ഉത്തരം പറയൂ, സംസാരിക്കൂ. ധിക്കാരിയും അഹങ്കാരിയുമായ കയ്യഫാസിന്റെ കോപം അന്നാസിൻ്റെതിനേക്കാൾ കഠിനമായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി 1000 ചോദ്യങ്ങൾ അയാൾ ഈശോയോട് ചോദിച്ചു. ഈശോ നിശബ്ദനായി കണ്ണുകൾ താഴ്ത്തി നിന്നു. പടയാളികൾ തുടരെ അടിച്ചുകൊണ്ട് ഈശോയെ സംസാരിക്കാൻ നിർബന്ധിച്ചു. പിന്നീട് സാക്ഷികളെയെല്ലാം വിളിച്ചു. ആദ്യം താഴ്ന്ന കുലത്തിൽപ്പെട്ട ആളുകളുടെ ഊഴമായിരുന്നു. അവരുടെ കുറ്റാരോപണങ്ങൾ അന്നാസിന്റെ കോടതിയിൽ വെച്ച് എന്ന പോലെ പരസ്പര വിരുദ്ധവും തമ്മിൽ യോജിപ്പില്ലാത്തവയും ആയിരുന്നു. അവരുടെ സാക്ഷ്യങ്ങൾ പ്രയോജനമില്ലെന്ന് കണ്ട കയ്യഫാസ് പ്രധാന സാക്ഷികളെ വിളിച്ചു. ജെറുസലേമിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫരിസയരും സദുക്കായരും ആയിരുന്നു അവർ. അവരുടെ സംസാരം ശാന്തമായിരുന്നു, എങ്കിലും ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന അസൂയയും വിദ്വേഷവും പ്രകടമായിരുന്നു. കുറ്റാരോപണങ്ങൾ അവർ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ നസ്രായൻ പിശാചുക്കളെ പുറത്താക്കുകയും അവരുടെ സഹായത്തോടെ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. സാബത്തിനെ അശുദ്ധമാക്കി ജനങ്ങളെ വിപ്ലവത്തിന് പ്രേരിപ്പിച്ചു. ഫരിസയരെ അണലി സന്തതികളെന്നും വ്യഭിചാരികളെന്നും വിളിച്ചു. ജെറുസലേമിന്റെ നാശം പ്രവചിച്ചു. പാപികളും ചുങ്കക്കാരുമായി പലപ്പോഴും സംസർഗത്തിലേർപ്പെട്ടു. ജനങ്ങളെ വിളിച്ചുകൂട്ടി താൻ രാജാവും പ്രവാചകനുമാണെന്ന് പ്രഖ്യാപിച്ചു. ഇവൻ നിരന്തരം മറ്റൊരു രാജ്യത്തെക്കുറിച്ച് പറയുന്നു. വിവാഹമോചനം നിഷേധിച്ചു. ജീവന്റെ അപ്പം എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ഇവന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യാത്തവർക്ക് നിത്യജീവൻ ലഭിക്കുകയില്ലെന്ന് പറയുകയും ചെയ്തു. യേശുവിൻ്റെ വാക്കുകളെ അവർ വളച്ചൊടിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുകയും ഉപമകൾ വഴി നൽകിയ വിശദീകരണങ്ങൾക്കും കുറ്റകൃത്യങ്ങളുടെ പരിവേഷം നൽകുകയും ചെയ്തു. എന്നാൽ ഈ സാക്ഷികൾക്ക് പരസ്പരം പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ഇവൻ തന്നെ രാജാവെന്ന് വിളിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ രാജാവെന്ന് വിളിക്കാൻ ആളുകളെ അനുവദിച്ചതേയുള്ളൂ. രാജാവാക്കാൻ ശ്രമം നടന്നപ്പോൾ ഇവൻ അവരിൽ നിന്ന് ഓടിപ്പോയി എന്ന് മറ്റൊരാൾ പറഞ്ഞു. ഇവൻ സ്വയം ദൈവപുത്രനെന്ന് അവകാശപ്പെടുന്നു എന്ന് വേറൊരുവൻ പറഞ്ഞപ്പോൾ 4മതൊരാൾ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഇല്ല, അവൻ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനാൽ ദൈവപുത്രനെ പോലെയാണെന്ന് സ്വയം അംഗീകരിച്ചതേയുള്ളൂ. മറ്റു ചില സാക്ഷികൾ പറഞ്ഞു, ഇവൻ ഞങ്ങളെ സുഖപ്പെടുത്തി, പക്ഷേ ഞങ്ങളുടെ രോഗം വീണ്ടും തിരിച്ചു വന്നു. ഇപ്രകാരമുള്ള രോഗശമനം വെറും മാന്ത്രിക വിദ്യയായിരുന്നു. ബെത്സയിദ കുളത്തിനടുത്ത് കിടന്നിരുന്ന തളർവാദ രോഗിയെക്കുറിച്ച് അവർ സംസാരിച്ചു. വസ്തുതകൾ വളച്ചൊടിച്ച് അതിനും അവർ കുറ്റകൃത്യത്തിന്റെ പരിവേഷം നൽകി. ഈ കുറ്റാരോപണങ്ങളിലും അവർക്ക് പരസ്പരം യോജിക്കാൻ കഴിഞ്ഞില്ല. വിവാഹമോചനത്തെക്കുറിച്ച് സെഫോറിസിലെ ഫരിസയരുമായി ഒരിക്കൽ വാഗ്വാദം ഉണ്ടായി. തെറ്റായ പ്രബോധനങ്ങൾ നൽകുന്നവനായി ഈശോയെ അവർ അവതരിപ്പിച്ചു. നസ്വസുകാരനായ ഒരു ചെറുപ്പക്കാരനെ ശിഷ്യനായി സ്വീകരിക്കുവാൻ വിസമ്മതിച്ചതിനാൽ അവിടത്തേക്ക് എതിരായി അവൻ സാക്ഷ്യം നൽകി. ഒരു വസ്തുത പോലും കൃത്യമായി തെളിയിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. സത്യം തെളിയിക്കുന്നതിനേക്കാൾ ഈശോയെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാക്ഷികൾ മുന്നോട്ട് വന്നത് എന്ന് വ്യക്തമായിരുന്നു. അവർ പരസ്പരം തർക്കിച്ചു കൊണ്ടിരുന്നപ്പോൾ കയ്യഫാസും നീതിന്യായ സമിതിയിലെ ചില അംഗങ്ങളും ഈശോയെ അപഹസിക്കുന്നതിൽ വ്യാപൃതരായി ഇപ്രകാരം ചോദിച്ചു, നീ ഏതു വംശത്തിൽപ്പെട്ട രാജാവാണ്? നിന്റെ അധികാരത്തിന്റെ തെളിവ് കാണട്ടെ. ഒലിവ് തോട്ടത്തിൽ വെച്ച് മാലഹമാരുടെ വ്യൂഹങ്ങളെപ്പറ്റി നീ സംസാരിച്ചല്ലോ. തെറ്റായ പ്രബോധനങ്ങൾ കൊണ്ട് നീ വശീകരിച്ച ശുദ്ധഗതിക്കാരും വിധവകളും
നിനക്ക് തന്ന പണം എന്തു ചെയ്തു? ഉടൻ ഉത്തരം തരണം. ഈ ചോദ്യങ്ങൾക്കിടയിൽ സേവകർ ഈശോയെ പ്രഹരിച്ചുകൊണ്ടേയിരുന്നു. വിഡ്ഢികളായ ആ ജനങ്ങളോട് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നതിനാൽ കർത്താവ് അവരോട് ഒന്നും സംസാരിച്ചില്ല. അവിഹിത ബന്ധത്തിൽ ഉണ്ടായവനാണ് ഈശോ എന്ന് തെളിയിക്കാൻ പോലും ചില സാക്ഷികൾ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ അമ്മ ഭക്തയും ദേവാലയത്തോടുള്ള കൂറുള്ളവളുമായ ഒരു കന്യകയായിരുന്നു എന്നും പിൽക്കാലത്ത് ദൈവഭയമുള്ള ഒരു പുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ അവളാണെന്നും ചിലർ പറഞ്ഞു. ഈശോയും ശിഷ്യന്മാരും ദേവാലയത്തിൽ ബലി സമർപ്പിക്കാത്തതിനെയും സാക്ഷികൾ കുറ്റപ്പെടുത്തി. അത് ശരിയായിരുന്നു. പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നതൊഴിച്ചാൽ ഈശോയോ ശിഷ്യന്മാരോ ദേവാലയത്തിൽ ബലി സമർപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ജോസഫും അന്നയും അവരുടെ ജീവിതകാലത്ത് ഉണ്ണിയേശുവിനു വേണ്ടി ദേവാലയത്തിൽ ബലിയർപ്പിച്ചിരുന്നു. എന്നാൽ ഈ കുറ്റാരോപണവും ബാലിശമായിരുന്നു. എസ്തീൻകാർ ഒരിക്കലും ബലി അർപ്പിച്ചിരുന്നില്ല. അതിൻ്റെ പേരിൽ ആരും അവരെ കുറ്റക്കാരായി കണക്കാക്കിയതുമില്ല. ഈശോ ഒരു മന്ത്രവാദിയാണെന്ന് തുടർന്നും കുറ്റമാരോപിച്ചുകൊണ്ടിരുന്നു. സാക്ഷികൾക്കിടയിലുള്ള പൊരുത്തക്കേട് മന്ത്രവാദത്തിന്റെ ഫലമാണെന്ന് കയഫാസ് തറപ്പിച്ചു പറഞ്ഞു. നിയമത്തിന് വിപരീതമായി ഒരു നാൾ മുമ്പേ അവിടുന്ന് പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ചുവെന്നും തിരുനാൾ ആഘോഷിക്കുന്ന രീതിയിൽ തലേവർഷം പല മാറ്റങ്ങൾ വരുത്തിയെന്നും ചിലർ ആരോപിച്ചു. എന്നാൽ ഇവിടെയും സാക്ഷികൾക്ക് യോജിപ്പിലെത്താൻ കഴിഞ്ഞില്ല. ഒരു കുറ്റം പോലും തെളിയിക്കാൻ കൃത്യമായി കഴിയാതെ വന്നപ്പോൾ കയഫാസും അയാളുടെ അനുയായികളും അസ്വസ്ഥരും കോപാകുലരുമായി. നിക്കോദെമോസിനെയും അരിമത്ഥ്യക്കാരൻ ജോസഫിനെയും വിളിച്ച് അവരുടെ ഉടമസ്ഥതയിലുള്ള മുറിയിൽ തിരുനാളിന് മുമ്പേ പെസഹ ഭക്ഷണം കഴിക്കുവാൻ ഈശോയെ എന്തുകൊണ്ട് അനുവദിച്ചു എന്ന് ചോദിച്ചു. ഗലീലിയർക്ക് മറ്റു യഹൂദരെക്കാൾ ഒരു ദിവസം മുമ്പ് പെസഹ ഭക്ഷിക്കുവാൻ പണ്ടുകാലം മുതൽക്കേ അനുവാദമുണ്ടായിരുന്നുവെന്ന് പുരാതന ലിഖിതങ്ങളെ ആസ്പദമാക്കി അവർ തെളിയിച്ചു. നിയമാനുസൃതമായി തന്നെയാണ് കാര്യങ്ങളെല്ലാം നടന്നതെന്നും ദേവാലയത്തിൽ നിന്നുള്ള ആളുകൾ അവിടെ സന്നിഹിതരായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇത് സാക്ഷികളെ കൂടുതൽ പരിഭ്രാന്തരാക്കി. പുരാതന ഗ്രന്ഥശേഖരത്തിൽ നിന്ന് ഗലീലിയരുടെ ആനുകൂല്യത്തെ സംബന്ധിക്കുന്ന ഭാഗങ്ങൾ നിക്കോദെമോസ് ചൂണ്ടിക്കാണിക്കുകയും അതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്തപ്പോൾ ശത്രുക്കളുടെ രോഷം വർദ്ധിച്ചു. വിശദീകരണം ഇതായിരുന്നു: തിരുനാളിന് ഒരുമിച്ച് കൂടുന്ന വലിയ ജനാവലി മുഴുവൻ സാബത്ത് ദിവസം തന്നെ ബലിയർപ്പണം നടത്തണമെന്ന് നിർബന്ധിച്ചാൽ അതിന് സമയം മതിയാവുകയില്ല. ഗലീലിയർ ഈ അവകാശം എപ്പോഴും ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും അതിന്റെ നിലനിൽപ്പ് നിക്കോദെമോസ് സംശയാമിതം തെളിയിച്ചു. നിക്കോദെമോസിനോ മറുപടി നൽകുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വിവേകരഹിതമായ വിധം അവർ സാക്ഷികളെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം 2 സാക്ഷികൾ മുന്നോട്ട് വന്ന് പറഞ്ഞു: മനുഷ്യനിർമ്മിതമായ ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് മറ്റൊന്ന് നിർമ്മിക്കും എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. എന്നാൽ അവരുടെ ആശയങ്ങൾ തമ്മിൽ ഇവിടെയും യോജിച്ചില്ല. അവരിൽ ഒരാൾ പറഞ്ഞു: കുറ്റക്കാരൻ ഒരു പുതിയ ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചു. സാധാരണമല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് പെസഹ ഭക്ഷിക്കുകയും ചെയ്തു. അതിന് കാരണം പുരാതന ദേവാലയം നശിപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അപരൻ വിയോജിച്ചു. അങ്ങനെയല്ല, അവൻ പെസഹ ഭക്ഷിച്ച കെട്ടിടം മനുഷ്യനിർമ്മിതമായിരുന്നു. അവൻ ഉദ്ദേശിച്ചത് അതായിരിക്കുകയില്ല. കയഫാസ് കഠിനമായ രോഷം കൊണ്ടു. കാരണം ഈശോയുടെ നേർക്കുണ്ടായ മൃഗീയ പെരുമാറ്റം, അവിടുത്തെ ദിവ്യമായ ക്ഷമ, സാക്ഷികളുടെ പൊരുത്തക്കേട് ഇവയെല്ലാം അവിടെ കൂടിയിരുന്ന അധികം ജനങ്ങളിലും ഈശോയിൽ വലിയ മതിപ്പുളവാക്കാൻ തുടങ്ങിയിരുന്നു. ജനക്കൂട്ടത്തിന്റെ ചില ഭാഗങ്ങളിൽ ശബ്ദമുയർന്നു. മനസാക്ഷിയുടെ ശബ്ദം അടക്കുവാൻ കഴിയാത്ത വിധം ചിലരുടെ ഹൃദയങ്ങളിൽ ചലനമുണ്ടായി. സുഖമില്ലായ്മ കഴിവ് പറഞ്ഞ് 10 പടയാളികൾ അങ്കണത്തിൽ നിന്നും പുറത്തുപോയി. പത്രോസും യോഹന്നാനും നിന്നിരുന്ന സ്ഥലത്ത് കൂടി കടന്നുപോയപ്പോൾ അവർ അവരോട് പറഞ്ഞു: മൃഗീയ പെരുമാറ്റത്തിന്റെ നടുവിലും നസ്രത്തിലെ ഈശോയുടെ മൗനം മനുഷ്യാതീതമാണ്. ഇരുമ്പ് ഹൃദയങ്ങളെ പോലും അത് അലിയിക്കുന്നു. അവന് കുറ്റവാളികളാക്കിയവരെ വിഴുങ്ങാൻ ഭൂമി പിളരുന്നില്ലല്ലോ എന്നതാണ് അത്ഭുതം. പറയൂ, ഞങ്ങൾ എവിടേക്ക് പോകണം? പടയാളികൾ തങ്ങളെ വഞ്ചിക്കുമോ എന്ന് ഭയന്നിട്ടോ എന്നറിയില്ല. ശിഷ്യന്മാർ ദയനീയ സ്വരത്തിൽ ഇത്രയും പറഞ്ഞു: സത്യം നിങ്ങളെ വിളിക്കുന്നെങ്കിൽ അതിനെ അനുഗമിക്കുക, എല്ലാം ശരിയായിക്കൊള്ളും. പടയാളികൾ ഉടൻ തന്നെ അവിടം വിട്ടിറങ്ങി ജെറുസലേമിന് പുറത്തു വന്നു. പട്ടണത്തിന് സമീപം വസിച്ചിരുന്ന നല്ലവരായ ചിലർ അവരെ തെക്ക് വശത്ത് സിയോൻ മലയുടെ അപ്പുറമുള്ള ഒരു ഗുഹയിലേക്ക് പറഞ്ഞയച്ചു. അവിടെയായിരുന്നു ശിഷ്യന്മാരിൽ പലരും അഭയം പ്രാപിച്ചിരുന്നത്.
തങ്ങളുടെ ഒളിസ്ഥലത്തേക്ക് അപരിചിതർക്ക് വരുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രമിച്ചു. എന്നാൽ ആ പടയാളികൾ ഈശോയുടെ സഹനങ്ങളുടെ ഒരു വിവരണം നൽകി അവരുടെ ഭയമെല്ലാം നീക്കി. അവസാനത്തെ 2 സാക്ഷികളുടെ വ്യത്യസ്തമായ പ്രസ്താവനകൾ കേട്ടപ്പോൾ കയഫാസിന്റെ കോപം ആളിക്കത്തി. അയാൾ എഴുന്നേറ്റ് ഈശോയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഇവർ പറഞ്ഞതിന് എതിരായി നിനക്കൊന്നും പറയാനില്ലേ? ഈശോ തല ഉയർത്തുകയോ പ്രധാന പുരോഹിതനെ നോക്കുകയോ ചെയ്തില്ല. അയാളുടെ കോപം പരമകാഷ്ഠയിലെത്തി. ഇത് കണ്ട വില്ലാളികൾ ഈശോയുടെ തലമുടിയിൽ പിടിച്ച് പുറകോട്ട് വലിക്കുകയും കീഴ്ത്താടിയിൽ അടിക്കുകയും ചെയ്തു. ഇതെല്ലാമായിട്ടും അവൻ തല ഉയർത്തിയില്ല. കയഫാസ് കരമുയർത്തി ഉച്ചസ്വരത്തിൽ ഇങ്ങനെ അലറി, ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ ചോദിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹയാണോ നീ? ക്ഷണനേരം അവിടം നിശബ്ദമായി. അമാനുഷികവും ഗംഭീരവുമായ സ്വരത്തിൽ ഈശോ പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ, എങ്കിലും നിന്നോട് ഞാൻ മറുപടി പറയുന്നു. ഇനി മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നീ കാണും. ഈശോ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഒരു വലിയ പ്രകാശം അവിടുത്തെ ആവരണം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് ലഭിച്ച ഈ ആന്തരിക ദർശനം ഒരു മനുഷ്യനും വിവരിക്കാൻ കഴിയുകയില്ല. ഇവിടെ മാലാഖമാരെയും ഞാൻ കണ്ടു. ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന നീതിമാന്മാരുടെ പ്രാർത്ഥന കേട്ടു. നരകഗണം ഭയാനകമായ ഉൽക്ക പോലെ കയാഫാസിന്റെ പാദത്തിങ്കൽ വായ തുറന്നു. അതു നിറയെ ഭീകരമായ പിശാചുക്കളായിരുന്നു. അതിന്റെ ജ്വാലയ്ക്കും കയാഫാസിനുമിടയിൽ നേർത്ത ഒരു പടലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൈശാചികമായ കോപത്താൽ അയാളുടെ ഹൃദയം നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. ആ വീട് മുഴുവൻ നരകം പോലെ കാണപ്പെട്ടു. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ ഞാനാകുന്നു എന്ന ഗംഭീര പ്രഖ്യാപനം ഈശോയിൽ നിന്നുണ്ടായപ്പോൾ നരകം ഇളകി മറിഞ്ഞു. കയ്യാഫാസിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നവരിൽ ക്രോധം കവിഞ്ഞൊഴുകി. ഈശോയുടെ വാക്കുകൾ നരകത്തിൽ സൃഷ്ടിച്ച നിരാശയും കോപവും 1000 ഭീകരരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ദൃശ്യം വഴിയാണ് എനിക്ക് മനസ്സിലായത്. പിൻകാലുകളിൽ നടക്കുന്നതും നീണ്ടു കൂർത്ത നഖങ്ങളുള്ളതും നായ്ക്കളെ പോലിരിക്കുന്നതും ആയ ചെറിയ കറുത്ത ജീവികൾ അവയെ സൂചിപ്പിക്കുന്നു. തിന്മയെന്തെന്ന് അവയെ കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായി. ഈ ഭീകരഭൂതങ്ങൾ അവിടെ നിന്നിരുന്ന വലിയൊരു ഭാഗം ആളുകളിലേക്ക് പ്രവേശിക്കുകയോ തോളിലോ തലയിലോ സ്ഥലം പിടിക്കുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. സിയോന്റെ എതിർവശത്തുള്ള ശവകുടീരങ്ങളിൽ നിന്നും ഭയം ജനിപ്പിക്കുന്ന ആരോപികൾ പുറത്തു വരുന്നതും എനിക്ക് ദൃശ്യമായി. അവ അശുദ്ധാത്മാക്കളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദേവാലയത്തിന്റെ സമീപത്തായി വേറെ പലവിധ പ്രത്യക്ഷീകരണങ്ങളും ഞാൻ കണ്ടു. ചങ്ങലയിട്ട കുറ്റവാളികൾക്ക് സദൃശ്യരായിരുന്ന അവ ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് കഴിയാൻ വിധിക്കപ്പെട്ട പിശാചുകൾ ആയിരിക്കാം. ഈ വിവരണം വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ദർശനങ്ങളെക്കുറിച്ച് ഒരറിവും ഇല്ലാത്തവർക്ക് ഇത് ഉതപ്പിന് കാരണമാകും. എന്നാൽ ദർശനം ലഭിക്കുന്നവരിൽ വികാരം ഉളവാക്കും. യോഹന്നാൻ ഈ പ്രത്യക്ഷീകരണങ്ങളിൽ ചിലത് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവയെക്കുറിച്ച് പിന്നീട് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഹൃദയം ദുഷിതമാകാത്തവരിലെല്ലാം ഈ സംഭവങ്ങൾ പരിഭ്രമം ഉളവാക്കി. കഠിന ഹൃദയരിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, കർത്താവിനോടുള്ള അവരുടെ പകയും വിദ്വേഷവും വർദ്ധിക്കുകയും ചെയ്തു. കയ്യാഫാസ് എഴുന്നേറ്റ് തന്റെ മേലങ്കിയുടെ അഗ്രമെടുത്ത് കത്തി കൊണ്ട് തുളച്ച് വലിച്ചു കീറിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം? ഇതാ ദൈവദൂഷണം നിങ്ങളിപ്പോൾ കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവിടെ കൂടിയിരുന്നവരെല്ലാം എഴുന്നേറ്റ് ആശ്ചര്യകരമായ ദുഷ്ടതയോടെ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനാണ്. ഈ സമയം മുഴുവൻ പിശാചുക്കൾ അത്യന്തം ആവേശഭരിതരായി കാണപ്പെട്ടു. ഈശോയുടെ ശത്രുക്കളുടെ മേൽ മാത്രമല്ല, അവരെ അനുകൂലിക്കുന്നവരുടെ, അവരെ പിന്തുടരുന്ന ഭീരുക്കളുടെയും മേൽ അവർ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചതുപോലെ തോന്നി. അന്ധകാര ശക്തികൾ പ്രകാശത്തിന്റെ മേൽ വിജയം ആഘോഷിക്കുന്നത് പോലെയുള്ള കാഴ്ച. ഹൃദയത്തിൽ പ്രകാശത്തിന്റെ ഒരു കണികയെങ്കിലും കാത്തു സൂക്ഷിച്ചിരുന്ന കാണികൾ ശിരസ് മൂടിക്കൊണ്ട് സ്ഥലം വിട്ടു. ഹൃദയകാഠിന്യം കുറവായിരുന്ന ചില സാക്ഷികളിൽ കുറ്റബോധം അവരുടെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കി. അവർ കഴിയുന്നതും വേഗം കയ്യഫാസിന്റെ കോടതി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ബാക്കിയുള്ളവർ
തങ്ങളുടെ ജോലിക്കുള്ള പ്രതിഫലവും വാങ്ങി പൂമുഖത്തിന് മുമ്പിൽ കൂട്ടിയിരുന്ന അഗ്നിക്ക് ചുറ്റും ആഘോഷിച്ച് കഴിഞ്ഞുകൂടി. പ്രധാന പുരോഹിതൻ പടയാളികളെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, ഈ രാജാവിനെ നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ വിട്ടുതരുന്നു. ഈ ദൈവദൂഷകന് കിട്ടേണ്ട ബഹുമതി നിങ്ങൾ കൊടുക്കുക. ഇത്രയും പറഞ്ഞ ശേഷം കയഫാസും അവന്റെ ന്യായാധിപ സംഘവും ന്യായാസനത്തിന് പിന്നിലുള്ള മുറിയിലേക്ക് പോയി. പൂമുഖത്ത് നിന്ന് നോക്കുന്നവർക്ക് അവരെ കാണുവാൻ സാധിച്ചിരുന്നില്ല. ഹൃദയം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ദുഃഖത്തിന്റെ നടുവിലും യോഹന്നാൻ ഈശോയുടെ അമ്മയെ ഓർത്തു. പുത്രന്റെ മേൽ ചുമത്തപ്പെട്ട ഭയാനകമായ വധശിക്ഷയുടെ വാർത്ത ആരെങ്കിലും അവൾക്ക് പെട്ടെന്ന് വെളിപ്പെടുത്തുകയോ ശത്രുക്കൾ ആരെങ്കിലും ഹൃദയശൂന്യമായ വിധത്തിൽ ആ വാർത്ത അവളെ അറിയിക്കുകയോ ചെയ്യുമോ എന്ന് അവൻ ഭയപ്പെട്ടു. അതിനാൽ അവൻ ഈശോയുടെ നേരെ നോക്കി വളരെ പതുക്കെ പറഞ്ഞു, നാഥ, ഞാൻ എന്തിനായി പോകുന്നു എന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഈശോ തന്നെ പറഞ്ഞു വിട്ടാലെന്ന പോലെ തിടുക്കത്തിൽ അവൻ മറിയത്തെ അന്വേഷിച്ചു പോയി. താങ്ങാനാവാത്ത ദുഃഖവും ഉത്കണ്ഠയും പത്രോസിന് അനുഭവപ്പെട്ടു. തീ കായുകയായിരുന്ന ജനത്തിനടുത്തേക്ക് അവൻ പോയി. അവരുടെ മുമ്പിൽ തന്റെ ദുഃഖം മറച്ചു വയ്ക്കുവാൻ ആവതും ശ്രമിച്ചു. നാഥനോടുള്ള സ്നേഹം കാരണം വീട്ടിലേക്ക് മടങ്ങാനും അവന് മനസ്സ് വന്നില്ല.